മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായ. മനമേ ചഞ്ചലമെന്തിനായി നാളെയെ നനച്ചു നീ നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കരുണയുള്ള നാഥ സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അത് നിശ്ചയമായി ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞപ്പ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി കണ്ട് സന്തോഷിപ്പാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കളായി തീരുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലായിട്ട് തരുന്നത് ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം ദൈവമായ കർത്താവെ വീര്യം പ്രവർത്തിക്കുന്ന ഭുജം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവെ, നന്ദി നന്ദി. അങ്ങ് അത്ഭുതവാനാ വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, കരയുന്ന തൻ്റെ മക്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു നല്ല അരുമനാഥൻ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ പഠനമൊക്കെ ഏൽപ്പിക്കുന്നു കർത്താവേ. പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. നല്ല ജയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. അവിടുന്ന് ബുദ്ധിയും ആലോചനയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. OET IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ കർത്താവ്, വമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന മക്കൾ, ഹല്ലേലൂയ കർത്താവെ, മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടവർ കർത്താവെ, വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കരുണ തോന്നണമേ, മനസ്സലിയണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ, വഴികളെ തുറക്കണമേ, തടസ്സമുടക്കം മാറ്റണമേ, പരിശുദ്ധാത്മാവേ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിക്കുന്ന ദൈവഭയത്തിൽ പഠിക്കുവാനും വളരുവാനും അവരെ സഹായിക്കണമേ. ശത്രു ആരെയും കാണില്ലേ, ദുഷ്ടപിശാച് തുടരുത്, അനർത്ഥത്തിൽ നിന്ന് ആപത്തിൽ നിന്ന് വിടുവിക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ചവരുണ്ട്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരുന്നാട്ട് കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. അപ്പോൾ ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് മനസ്സലിയണേ കർത്താവെ. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ബലപ്പെടുത്തി ശക്തീകരിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിസ്ഥാനങ്ങളിൽ ചില പ്രയാസ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പോൾ മേലധികാരികളുടെ പീഡനമേൽക്കുന്നവരുണ്ട്, താമസ സൗകര്യമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവർ, പോകുവാനും വരുവാനുള്ള സൗകര്യമില്ലാത്തവർ കർത്താവെ, അനേക പ്രിയപ്പെട്ടവർ പല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ മനസ്സലിവ് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം ഹല്ലേലൂയ. കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മക്കളാണും പെണ്ണുമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ലഭിക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം സ്തോത്രം ദൈവമേ, സ്തോത്രം സ്തോത്രം കർത്താവെ. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു കർത്താവെ, സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ തരുന്നപ്പോൾ ഞങ്ങളുടെ പൈതങ്ങളെ തരുന്നു. അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ കർത്താവെ. അപ്പോൾ വരമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ചെറുതും വലുതുമായല്ല ഉപജീവനമാർഗ്ഗം സ്വർഗത്തിലെ അപ്പച്ച
വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു. ചെറുതും വലുതുമായ ബിസിനസ്സുകളെ സ്വർഗം അനുഗ്രഹിക്കണമേ. വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. വാഹനത്തിലും വഴിയിലുമൊക്കെ കൂടെ ഇരിക്കണമേ. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളുടെ മേലും അപ്പൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ അപ്പാ. എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഈ സമയം ഓർക്കുന്ന കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ ഓർക്കുന്ന കർത്താവേ. മാനസാന്തരം നൽകി കാത്തോണേ കർത്താവേ. സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവേ. ജപ്തിയുടെ വക്കിലൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവേ. അവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. വാടകാനുഭവ ഭവനങ്ങളിൽ കഴിയുന്നവർക്ക് കർത്താവ് അതൊഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ തലയായ്പാൻ ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. അപ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലാണ്. ഓരോ മക്കൾക്കും കൊടുത്ത് പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ. നിൻ്റെ അൻപാർന്ന കരം തുടരണമേ. പൂർണ്ണ സൗഖ്യം അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും ഓർമ്മയില്ലാത്തവരും ഉണ്ടപ്പാ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. തൈറോയിഡ് ഉള്ളവരുണ്ട്. ആസ്മയുള്ളവരുണ്ട്. അലർജി ഉള്ളവരുണ്ട്. ത്വക്ക് പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട്. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ഉദരത്തിൽ മുഴയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം. എൻ്റെ കർത്താവേ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. മനസ്സറിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, അപ്പോൾ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ എല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഉറക്കമില്ലാത്ത അനേക ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, എൻ്റെ കർത്താവേ, നീ മനസ്സറിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെ പാതപിടുത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു മക്കളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. രോഗികളായി ഭാരപ്പെടുന്ന, കഷ്ടമനുഭവിക്കുന്ന, വേദനിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരോട് മനസ്സലിയണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. എല്ലാം അപ്പൻ്റെ പാതപിടുത്തിലിരിക്കുന്ന രോഗികൾക്ക് സൗഖ്യം അവിടുത്തെ സപ്പക്കല സമാധാനത്തിൻ്റെ ദൈവം അവിടുന്ന് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന ജീവിതങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. സ്തോത്രം. ദൈവമായ കർത്താവ്, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രാർത്ഥനാ വിഷയത്തെ ഒന്നുകൂടെ ഏൽപ്പിക്കട്ടെ കർത്താവേ. വിസ ലഭിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വിസ ലഭിക്കണം. PR ലഭിക്കേണ്ട എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് കർത്താവേ അത് നന്നായി എഴുതി ഹല്ലേലൂയ ജയം പ്രാപിപ്പാൻ ഇടയാക്കുമാറാകണം. സ്തോത്രം സ്തോത്രം കർത്താവേ. ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി ലഭിക്കണം. വിവാഹം നടക്കേണ്ടവർക്ക് വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളുമാറാകണം. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണം. മദ്യപാനികളായ ജീവിതങ്ങൾക്ക് മാനസാന്തരം നൽകുമാറാകണം. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. നീറിപ്പോകുന്ന ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാത്തിനും നല്ല മറുപടി തരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അടിയനെ ഹല്ലേലൂയ കർത്താവേ ഓർക്കണമേ. ഈ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കർത്താവേ. തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.